ശുഭവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം കഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയിക്കുക. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടത് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങി. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അധ്യാനമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെടും. ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടാണെന്ന് പ്രതീക്ഷികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസകാലത്തെ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വരെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരെയും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആദ്യം കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകമുണ്ടാകേണ്ടതെന്ന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നു. ഞങ്ങൾ വിമർശന്മാർ എന്ന വരികിൽ ദൈവത്തിനും ബോധമുള്ളവർ എന്ന വരികയിൽ നിങ്ങൾക്കും ആവുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കും. എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഈ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നമ്മുടെ മധ്യത്തില് കടന്നു വന്നിരിക്കുന്ന സാജൻ പോൾ സഹോദരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ക്രൗൺ ഓഫ് ലൈഫ് മിനിസ്ട്രീസ് കീഴിലെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമായി മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസനാണ് അദ്ദേഹം. നമ്മുടെ പ്രിയപ്പെട്ട ജോൺ സാറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ പറ്റി അല്പസമയം സംസാരിക്കും. പ്രിയ ജോൺ സാറിന്റെ ഭവനവുമായി വർഷങ്ങളായി ഞങ്ങൾക്ക് ഒരു ബന്ധം കർത്താവ് നൽകി. പ്രത്യേകിച്ച് പ്രിയ സാറ് ഞങ്ങൾ ഒരുമിച്ച് ദീർഘനാളുകളായി പ്രാർത്ഥനയിൽ ഒരുമിച്ച് എല്ലായിടത്തും പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഞങ്ങൾ പോകാറും പങ്കെടുക്കാറും ഉള്ളവരാണ്. മാത്രമല്ല ഞങ്ങളുടെ കിഴക്കമ്പത്തൂരിലുള്ള ഓഫീസിൽ എല്ലാ ചൊവ്വാഴ്ചയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പ്രിയ മാത്യു സാറും ജോൺ സാറും ഞങ്ങൾ ഒരുമിച്ച് ദേശത്തിന്റെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുള്ളതാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച സാറിന്റെ പ്രിയ മരുമകൻ ആശുപത്രിയിലായിരുന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങളെ അറിയിച്ചു. എന്നാൽ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ മുടക്കുകൂടാതെ കടന്നു വന്ന് വിവിധ വിഷയങ്ങൾ പ്രസ്താവിക്കുകയും മാത്രമല്ല സാറ് വന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നടത്തിയ വഴികളും ഭവനത്തെ നടത്തിയതും കുഞ്ഞുങ്ങളെ നടത്തിയതും എല്ലാം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവ് ഞങ്ങൾക്ക് തിരുവല്ലയില് നാളുകളായി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ മാത്യു സാറിന്റെ വീടിന്റെ ടെറസിൽ രാത്രി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് സാറ് പ്രിയ കുഞ്ഞുണ്ണി സാറിനെയും കയ്യിൽ പിടിച്ച് എല്ലാ ചൊവ്വാഴ്ചയിലും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല വെൺപാല CSI ചർച്ചുമായുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിൽ ഒരുപാട് സമയങ്ങളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനും ഞാൻ താമസിച്ച തോലശ്ശേരിയിലെ കല്ലട ശൈലിനിവാസം നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം
സാർ പ്രത്യേകം പങ്കെടുക്കുമായിരുന്നു. തിരുവല്ലയിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും വളരെ താല്പര്യത്തോടെ പങ്കെടുത്തുകൊണ്ടിരുന്ന പ്രിയ സാറ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും വേർപെട്ട വിവരം മാത്യു സാറ് വിളിച്ചറിയിക്കുമ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചു അടുത്ത ചൊവ്വാഴ്ച സാറ് കടന്നു വരുമെന്ന്. എന്നാൽ കർത്താവ് തന്റെ സമയമായപ്പോൾ പ്രിയദാസിനെ നിത്യതയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. ഒരു കാര്യം എനിക്ക് സാറുമായുള്ള ബന്ധത്തിൽ എനിക്ക് ഒരു കാര്യം വളരെ അടുത്തറിയാവുന്ന ഒരു കാര്യം, നിത്യതയുടെ വലിയ പ്രത്യാശ, ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം മരണത്തിനപ്പുറമുള്ള വലിയ പ്രത്യാശ സാറിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടായിരുന്നു. ശാരീരികമായി പ്രയാസപ്പെട്ടപ്പോഴും സർജറിക്ക് വിധേയമായ സമയത്തും ഒക്കെ പലപ്പോഴും തന്റെ പ്രത്യാശയെ പറ്റി സാറ് എപ്പം കാണുമ്പോഴും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. തീർച്ചയായും ഇന്ന് ലോകത്തു നിന്നും നമ്മെ വിട്ട് സാറ് കടന്നുപോയെങ്കിലും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, മരണത്തിനപ്പുറം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യ പദവീസ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാട്ടിൽ പാടുന്നതുപോലെ തന്നെ നമുക്ക് വേണ്ടി കൈകളാൽ തീർക്കപ്പെടാത്ത ഒരു നിത്യഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിലേക്ക് സാർ എത്തിച്ചേർന്നു. പിന്നാലെ കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ മരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളും അവിടേക്ക് എത്തിച്ചേരും. മാത്രമല്ല ഈ ലോകത്തിലെ നമ്മുടെ ആയുസ് ഇവിടെ 80-90 വയസ്സുകൊണ്ട് ഈ ലോകത്തിലെ ഈ ഭൗമജീവിതത്തിലെ ആയുസ് തീർന്നു വന്നേക്കാം. എന്നാൽ മരണം നമ്മുടെ നിത്യതയുടെ ആയുസ് അല്ലെങ്കിൽ നിത്യ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ നിത്യതയുടെ തുറമുഖത്ത് നാം വേദപുസ്തകത്തിൽ വായിച്ചതുപോലെ, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ കണ്ണുനീരില്ലാത്ത, വേദനകളില്ലാത്ത, രാത്രിയില്ലാത്ത ഒരു വലിയൊരു നാട്. ആ നാട്ടിൽ നമ്മുടെ ജീവിതം 80 വയസ്സുകൊണ്ട് അവസാനിക്കത്തില്ല, 90 വയസ്സുകൊണ്ട് അവസാനിക്കത്തില്ല. നിത്യ തുറമുഖം, നിത്യ നാളുകൾ നമുക്ക് കർത്താവിനോടൊപ്പം ആ സ്വദേശത്ത് നമുക്ക് വസിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഞങ്ങള് മിനിസ്ട്രിയായി ഫ്ലെയിം ഓഫ് റിവൈവലിന്റെയും ക്രൗഡ് ഓഫ് ലൈഫ് മിനിസ്ട്രീസിന്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം പല സമയങ്ങളിലൂടെ അവരെല്ലാം കടന്നു വന്നു. ഇനിയും ഈ സമയങ്ങളിലെല്ലാം അവർ കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്കുള്ള പ്രത്യേക അനുശോചനം ഈ സമയത്ത് പ്രിയ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15 പറയുന്നത് പോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിനപ്പുറമായ ഒരു ജീവിതം നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ അനേകർക്കും മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ പറ്റി പ്രത്യാശയില്ല. ഞാനൊരു ക്രിസ്ത്യാനി കുടുംബത്തിൽ നിന്നും യേശുവിനെ സ്വീകരിച്ചതാണ്. ഹൈന്ദവ കുടുംബത്തിൽ യേശുവിനെ സ്വീകരിച്ചതാണ്. പണ്ട് ഞങ്ങൾക്കാർക്കും മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശ ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആകയാൽ ഈ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കടന്നു വന്ന നമുക്കെല്ലാവർക്കും പ്രത്യാശ കർത്താവ് നൽകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ ഇടവകയിലെ പടവപ്പെട്ടക്കാരനാണ്. ജാൻസി എൻ്റെ ഇടവകയിലെ അംഗമാണ്. സഭയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന കുടുംബത്തിലെ ആളാണ്. ആ ബന്ധത്തിലാണ് ഞാൻ ഈ ദിവസം വന്നത്. ജോൺസാറിനെ എനിക്ക് നേരിട്ട് അറിയാം. ലയൺ സ്കൂളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ അറിയുന്ന ആളാണ്. ഈ സാറിൻ്റെ ഒരുപാട് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ഒപ്പം പ്രാർത്ഥിക്കുന്നു. തലകളായി നോക്കി പ്രാർത്ഥിക്കുന്നു. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ എത്രയോ സന്തോഷ അവസരങ്ങൾ അങ്ങയോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. സന്തോഷങ്ങൾ മാത്രമല്ല, സന്താപങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. അടുപ്പം മാത്രമല്ല, വേർപാടും പങ്കുവയ്ക്കുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് കഴിയണമേ.
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾ ദൈവമേ, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കർത്താവ് കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്കും ലോകം താൽക്കാലികമാണെന്ന് അറിയുവാൻ ദൈവകൃപ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോൺ സാറിന്റെ ഏറ്റവും അനുഗ്രഹീതമായ പുണ്യമായ മനോഹരമായിട്ടുള്ള ജീവിതത്തിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട ദാസൻ ശാന്തമായി ജീവിച്ചു, സൗമ്യമായി എല്ലാവരോടും ഇടപെട്ടു. ദൈവമേ, ആർക്കും ഇടർച്ചയുണ്ടാകാതെ സന്തോഷത്തോടുകൂടെ എല്ലാവരോടും സ്നേഹം പാലിച്ച് ജീവിപ്പാനിടയായി. ഒത്തിരി ജീവിതത്തിന്റെ നല്ല മാതൃകകൾ തന്നിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക്, വിശുദ്ധ സന്നിധിയിലേക്ക് ദൈവമേ അവിടുന്ന് വിളിച്ചെടുപ്പിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ നിശ്ചലമായുള്ള ശരീരത്തിന്റെ മുന്നിലാണ് ഞങ്ങളായിരിക്കുന്നത്. നിന്റെ മകന്റെ ജീവനുള്ള ആത്മാവിനെ, ത്രസിപ്പിക്കുന്ന ആത്മാവിനെ കർത്താവെ, ദൂതകൾ ഞങ്ങളുടെ പെരുകാണെന്ന്, ദൂതഗണങ്ങളുടെ സംരക്ഷണത്തിനുമായി അവിടുന്ന് ഏൽപ്പിച്ചു. കർത്താവെ, ഭാരമുള്ളത് ലോകത്തിലായിരിക്കുമ്പോൾ ഭാരമില്ലാത്ത ആത്മാവ് നിന്നോടൊപ്പമായിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ട ജോൺ സാറിന്റെ സഹധർമ്മിണി കുറച്ചുമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്കും സഹിപ്പാൻ വഹിപ്പാനൊക്കെ പ്രാർത്ഥന നൽകണമെന്ന് ദാനം നൽകിയ മക്കളെ ഓർക്കുന്നു. അവർക്ക് ഈ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് ലഭിച്ച വാത്സല്യമോർത്തും സ്നേഹമോർത്തും ദൈവത്തിൽ ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. അവരുടെ ജീവിത പങ്കാളികൾക്ക് ദൈവമേ, ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച എല്ലാ ഊഷ്മളമായുള്ള സൗഹാർദ്ദതയ്ക്കായിട്ടും സ്തോത്രം കരയറ്റുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വാത്സല്യത്തിനും കരുതലിനും ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഈ ദാസനെ അറിയുന്നവർ, സ്നേഹിച്ചിട്ടുള്ളവർ, സ്നേഹിക്കപ്പെട്ടിട്ടുള്ളവർ എല്ലാവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടി ഓർക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൗതിക ശരീരം യാത്ര അയക്കേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള മനസ്സൊരുക്കം നൽകണമേ, മനസ്സിന് ശക്തി നൽകണമേ. ഞങ്ങളുടെ വാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട്. കർത്താവ് ആശ്വസിപ്പിക്കുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ തിരുവചനത്തിൽ ഓർക്കുന്നത് പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ഓരോരുത്തർക്കും നൽകി അവരെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിന്റെ ദൈവങ്ങളുടെ കരങ്ങളിൽ ഇപ്പോഴത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെല്ലാം അവിടുന്ന് വാഴ്ത്തി മംഗളകരമാക്കി കൊടുക്കണമേ. കർത്താവെ, ഈ ദാസന് അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി യാത്രയിൽ പങ്കെടുക്കും. നിത്യതയുടെ പ്രഭാതത്തിൽ തേജസ്സിന്റെ തുറമുഖത്ത് ഇനിയും ഞങ്ങൾ ഒന്നിച്ച് കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിക്കണമേ. ദൈവമയുടെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ കർത്താവെ, യേശുക്രിസ്തുവിന്റെ വിശ്വാസം അധികരിക്കാനിടയാക്കണമേ. കർത്താവിനെ സേവിക്കുന്നവരെന്നുള്ള നിലയിൽ മരണത്തിനപ്പുറമാണ് ജീവിതത്തെ കുറിച്ചുള്ള അത്യധികമാണ് ബോധം നൽകുന്നത്. ഹേ മരണമേ, എന്റെ ജയിലിന്റെ, ഹേ മരണമേ, എന്റെ വിഷമുള്ളവരുടെയാണ് സ്തോത്രത്തോടുകൂടെ ജയത്തോടുകൂടെ പറയുവാനിടയാക്കണം. കർത്താവെ, ഞങ്ങൾ മുമ്പേ കടന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുമെല്ലാം ഒന്നിച്ചു കാണുന്ന ഭാഗ്യകരമായിട്ടുള്ള സുന്ദരമായ മനോഹരമായിട്ടുള്ള ആ തീരത്ത് ഞങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വിശിഷ്ടമായി കഴിപ്പാൻ സഹായിക്കണം. സകല ആശ്വാസവും നൽകി എല്ലാവരെയും പരിപാലിച്ചാട്ടെ. യേശുനാഥൻ മൂലം എളിയൊരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകണമേ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടുകൂടെ ദൈവത്തിൽ നിന്നുള്ള ആശീർവാദം സ്വീകരിക്കും. നിത്യാനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയുടേതായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വെച്ച സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി ശക്തീകരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹവും ആശീർവാദവും
എനിക്ക് യോഗ്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും ഈ പ്രിയദാസന്റെ ഒരുപാട് ദുഃഖിക്കുന്ന ദൂരത്തും ചാരത്തുമായിരുന്ന പ്രിയപ്പെട്ടവരോടെല്ലാവരോടും ഇന്നും എന്നും സദാകാലം ഉണ്ടായിരിക്കട്ടെ. മരിക്ക് മുമ്പാണ് എന്റെ അമ്മ വീടാണ് എന്റെ വീട് പറമ്പില്ല. എൺപത്തിയഞ്ചാം സങ്കീർത്തനം അതിലൊരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കൊടുക്കട്ടെ. 6ാമത്തെ വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. കർത്താവിന്റെ വിലയേറിയ ദാസൻ കടന്നുപോയ പ്രിയപ്പെട്ട ജോൺ സാറിനോട് ഉള്ള നമ്മുടെ സ്നേഹവും വാത്സല്യവും അനുഭവങ്ങളൊക്കെയും ഈ സമയത്ത് ഓർക്കുകയും കുടുംബാംഗങ്ങളുള്ള ദുഃഖം നമ്മൾ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്ന നിമിഷമാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് നമ്മുടെ ജീവിതം ക്ഷണികമായ ജീവിതം നമ്മൾ ഈ കാണുന്നത് കണ്ണുകൊണ്ട് നന്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്, പറയാൻ എളുപ്പമാണ്. കാണുന്നതൊക്കെ താൽക്കാലികം. കാണാൻ വയ്യാത്ത അദൃശ്യമായ കാര്യങ്ങളാണ് നിത്യമായിട്ടുള്ളത്. ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യമാണ്. പ്രിൻസ് ഓഫ് ഇറ്റേർണിറ്റി എന്നുള്ള ഒരു പ്രസിദ്ധമായ പുസ്തകമാണ്. ആ പുസ്തകത്തില് കർത്താവിന്റെ വിലയേറിയ ദാസി മരണം അടഞ്ഞ് സ്വർഗത്തിലേക്ക് കടന്നു. എന്നാൽ അവരുടെ പിതാവായ ഒരു പുരോഹിതനായി ആ പുരോഹിതൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച് എന്റെ മകളെ മടക്കിത്തരണമേ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞ് ആ ദാസിക്ക് ജീവിതം മടക്കിക്കൊടുത്തു. അവരെ മടങ്ങി ഭൂമിയിലേക്ക് വന്ന അനുഭവമാണ് ആ ഗ്ലിംസ് ഓഫ് ഇറ്റേർണിറ്റി കാണുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. തന്റെ ഭർത്താവ് മരണാസന്നായി കിടക്കുമ്പോൾ ആ ഭാര്യ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ പോകണം, നിശ്ചയമായിട്ട് പോകണം. എന്നെ എന്റെ സമയമാകുമ്പോൾ ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ഞാൻ നേരിൽ കണ്ടതാണ് അവിടുത്തെ സന്തോഷകരമായ അവസ്ഥകൾ, അവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അവിടുത്തെ വളരെ ശ്രുതിമധുരമായ ഗാനങ്ങള്, ദൈവത്തിന്റെ ദൂതന്മാരുടെയും സാന്നിധ്യം, ഇതൊക്കെയും ഞാൻ നേരിൽ കണ്ടതാ. നിശ്ചയമായിട്ട് അവിടെ പോകണം. അവിടെ പോയിട്ടുള്ളവർക്ക് തിരിച്ചു വരാൻ ഒരു താല്പര്യം കാണത്തില്ല. ഞാൻ ഓർക്കുക, ഇവിടെ ഇരുന്നോണ്ട് ജോൺ സാറിനോട് ചോദിക്കുക, ജോണിക്കുട്ടി നിനക്ക് മടങ്ങി പോകണോ? ദൈവം ചോദിച്ചാൽ നിശ്ചയമായിട്ടും ജോൺ സാർ പറയും ഞാൻ പോകുന്നില്ല. കാരണം അവിടെ ലോകവും കഷ്ടതയും ദുഃഖവും എല്ലാം ഉണ്ട്. ഞാൻ 80 വർഷം 8 പതിറ്റാണ്ട് അനുഭവിച്ചത്. ഈ സ്വർഗത്തിലെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ ഇനി എങ്ങനെ മടങ്ങിപ്പോകാൻ സാധിക്കും? പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് നമുക്ക് സ്വർഗീയ ദർശനം ലഭിക്കണം. സ്വർഗത്തിന്റെ ഈ ക്ഷണീയമായ ലോകം ഏതായാലും നമ്മൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കും. എത്ര നാളുണ്ടെന്ന് ആർക്കും അറിയില്ല. ആ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കണം നമ്മൾ. കർത്താവ് ഇന്ന് വരും നാളെ വരെ ഇങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒറ്റ പ്രാർത്ഥനയുള്ളൂ: കർത്താവേ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ. നമ്മുടെ സഭകൾ വചനം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തില് ലവോദിക്ക സഭയെ കുറിച്ച് പറയുന്നുണ്ട്. സമൃദ്ധിയുടെ തികവുള്ള സഭയാണ് അത്. ലവോദിക്ക സഭയെ കുറിച്ച് പറയുന്ന ഇപ്പോഴത്തെ നമ്മൾ വർത്തമാനകാലത്തുള്ള സഭയുടെ ഒരു ചിത്രമായിട്ടാണ് പറയുന്നത്. ആ വർത്തമാനകാലത്തുള്ള സഭയെ ഒരു ലൂക്കുവൽ ചർച്ചാണെന്ന് പറയുന്നത്. അതായത് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ഒരനുഭവം, ചാവാറായിട്ടുള്ള ഒരു സഭയാണ്. അതെല്ലാം ഉണ്ട്, സമൃദ്ധിയുണ്ട്, സമ്പന്നമാണ് സഭ, എല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സഭയാണ്. എന്നാൽ ദൈവം അവിടെ പറയുന്നുണ്ട്, അതിന്റെ താഴെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ധനവാനാണ്, എല്ലാം ഉണ്ടെന്ന് നീ പറയുന്നത്, പക്ഷെ നീ ദരിദ്രനാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സഭ ദരിദ്രനാണ്.
ഹല്ലേലൂയ. നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ട്, ഞാൻ ഉൾപ്പെടുന്ന സെന്റ് സഭ ദരിദ്ര സഭയാണ്. ദൈവത്തിന്റെ നോട്ടത്തിൽ സമ്പന്നമല്ല. കണ്ണിന് കാഴ്ചയുണ്ടെന്ന് അവകാശപ്പെടുന്നു, പക്ഷെ നമ്മൾ കുരുടരാണ്, കാണേണ്ടത് കാണുന്നില്ല. പ്രിയപ്പെട്ട ജോൺ സാറിനെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ളതാണ്. പോകുന്നിടത്തൊക്കെ ഈ വഴി പോകുമ്പോൾ ഓരോ മനുഷ്യൻ, രണ്ടു കാലുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ സംസാരിച്ചിട്ടേ കടന്നുപോകും. ഞാൻ ചിലപ്പോ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തോട്. നമുക്ക് തിരിഞ്ഞ് പോകണ്ടതല്ലോ, സമയം ചുരുക്കമാണ്. എന്നാലും കർത്താവ് പ്രിയപ്പെട്ട ദാസനെ എല്ലാവരോടും കുശലം അന്വേഷിച്ചിട്ട് പാവപ്പെടണമെന്നോ പണക്കാരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ നിരക്ഷരകുഷിയെന്നോ ഒന്നും വിചാരമില്ല. അദ്ദേഹത്തിന് എല്ലാവരോടും ഏതെങ്കിലും ഒരു മുഖപരിചയം ഇല്ലെങ്കിൽ പുതുതായിട്ട് പരിചയപ്പെടും. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായി. സ്തോത്രം. ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് നമ്മള് നമുക്ക് സന്തോഷിക്കാനാവുകയുള്ളൂ. കർത്താവ് വലിയൊരു നല്ലൊരു ദൃഷ്ടാന്തം നമ്മളെ ഉപയോഗിച്ച് കാണിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ ചില സഹോദരന്മായിട്ട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് തോലശ്ശേരിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പ്രിയപ്പെട്ട ജോൺ സാറുമായിട്ട് കൊലനം ചെയ്യാൻ ഒരൊറ്റ വ്യക്തി ദാരിദ്ര്യമാണ്. സത്യമല്ലേ? നമ്മുടെ സഭ ദരിദ്രമല്ലേ? വേറൊരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? മറ്റുള്ളവരോട് ഇതുപോലെ ഹൃദയമായിട്ട് സ്നേഹമായിട്ട് വാത്സല്യം എപ്പോഴും പുച്ഛിക്കുന്ന മുഖത്തോടെ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ വെൺപാല സഭയില് അദ്ദേഹത്തിനൂടെ പോയിട്ടുണ്ട്. പാവപ്പെട്ട ആളുകൾ വന്ന് അവരുടെ ദുരിതം പറയാന്ന് പോക്കറ്റിലോട്ട് കൈയിടും. എത്ര രൂപ നോക്കത്തില്ല, 500 നോട്ടായിരുന്നെങ്കിൽ അന്ന് അതേപടി ഞാൻ കൊടുക്കും. തനിക്ക് ബാക്കി നാളത്തേക്കുണ്ടോ ഒന്നും ചിന്തിക്കാറില്ല. അങ്ങനെ കണക്ക് നോക്കാതെ കൊടുത്തിരുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ തനിക്ക് ദൈവം അനുഗ്രഹിച്ചു. ഇതുവരെയും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ സാധിച്ചിട്ടുണ്ടോ നോക്കുന്നില്ല. അത്രയ്ക്ക് ദൈവം കടക്കാരനല്ലാതെ സമ്പന്നനായിട്ട് ദൈവം അദ്ദേഹത്തെ പരിപാലിച്ച അതിന്റെ ദൃഷ്ടാന്തമാണ് ഈ മനോഹരമായത്. ഒരു ഭവന അവിടെ ഈ ഭവനത്തിലെ ഒരാഴ്ചയെങ്കിലും അത് താമസിക്കാനുള്ള ദൈവകൃപ അദ്ദേഹത്തിന് കൊടുത്തു. വളരെ മനോഹരം, ഡ്രമാറ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. പറയാതിരിക്കാൻ തരമില്ല. പള്ളിയിൽ നിന്ന് ആ നീതിശാലയുടെ ചുമതലകളെല്ലാം വിട്ട് പള്ളിക്കാരുടെ വകയായിട്ട് മനോഹരമായൊരു സെന്റ് ഓഫ് കൊടുത്തു. വളരെ കൃത്യമായിട്ടുള്ള സെന്റ് ഓഫ്. അത് കഴിഞ്ഞ് ഈ ഭവനത്തിൽ വന്ന പാർക്ക് ഒരാഴ്ചയോളം സന്തോഷം അനുഭവിച്ചു. വളരെ ഡ്രമാറ്റിക് നാടകീയമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഞാൻ പ്രിയപ്പെട്ട ജോൺ സാർ, അലക്സാണ്ടർ ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു, പോസ്റ്റ് മാസ്റ്ററായിരുന്നു. അതൊക്കെ അറിയാമല്ലോ. ഞങ്ങൾ 3 പേരിരുന്ന് പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമാണ്. കർത്താവെ, വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ ഒരു ദിവസം പോലും ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ ലോകം വിട്ട് കടന്നു പോകണം. അതുപോലെ തന്നെ സംഭവിച്ചു. അലക്സാണ്ടർ സാറ് പെട്ടെന്ന് ഞൊടിയിടയിലാണ് ലോകം വിട്ട് കടന്നുപോയി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോൺ സാറും ഒരു മരണവിപ്രാളം ഒന്നും കാണിക്കാതെ ശാന്തമായ ഒരു ജീവിതം അവസാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. നമുക്ക് ഈ ഭാഗ്യകരമായ അവസ്ഥ നമുക്കും ആഗ്രഹിക്കാം. അവർക്ക് 81 മുതൽ 86 കാലഘട്ടം തോലശ്ശേരി CSI സഭയുടെ സുവർണ ലീഗുകൾ രേഖപ്പെടുത്തുന്ന കാലഘട്ടമാണ്. അന്ന് KP ഫിലിപ്പച്ചനാണ് ഇടവികാരിയായിരുന്നത്. എല്ലാവർക്കും അറിയാം, പഴയ ആളുകൾക്കൊക്കെ അറിയാം. KP ഫിലിപ്പച്ചനെ വളരെ ആത്മീയനായിട്ടൊരു വ്യക്തിയായിരുന്നു. ഇവിടെയുള്ള ഉണർവുണ്ടായി കാണാമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങളൊരു ചെറിയ പ്രയർ സെന്റ് ഇവിടെ ഫോം ചെയ്തു. ചൊവ്വാഴ്ചയാണ്. പ്രിയപ്പെട്ട ജോൺ സാർ, അന്ന് ജോൺ സാറും അലക്സാണ്ടർ ജോർജ് സാറ്, KJ സാമുവൽ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കളക്ടറായിരുന്നു അദ്ദേഹം. അതുപോലെ കുഞ്ഞു സാർ, മുമ്പേ സാജൻ പോൾ സൂചിപ്പിച്ച പോലെ തോട്ടത്തിലെ കുര്യൻ വർഗീസ്, കുര്യൻ വർഗീസ് എന്ന് പറയുന്ന കുഞ്ഞു സാറ്, ഇങ്ങനെ 5-6 പേർ കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത്. അതാണ്ട് 30 വർഷം കഴിഞ്ഞു. അത് ഇതുവരെയും മങ്ങി പോകാതെ നടത്തിക്കൊണ്ടിരുന്നു. ഓരോരുത്തരുമായിട്ട് കർത്താവ് വിളിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു. അവസാനം ജോൺ സാറും ഞാനും കുഞ്ഞു സാർ, അലക്സാണ്ടർ സാറും ഞങ്ങൾ 3 പേര് ശേഷിച്ചു. അതിന് കുഞ്ഞു സാറിനെ ദൈവം വിളിച്ചുകൊണ്ടുപോയി. കുറെ ജോൺ സാർ പോയി. ഇനി ഞാൻ മാത്രം ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത്. വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, സാജൻ പോൾ സഹോദരൻ പ്രത്യേകമായിട്ട് ക്ഷണിച്ചതിന്റെ ഫലമായിട്ട് സാജൻ പോൾ സഹോദരന്റെ ഓഫീസിൽ പോയിരുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ ആ പ്രയർ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. ഈ ദേശത്തിന് വേണ്ടി കരയുക. അങ്ങനെ മനോഹരമായി. അതുപോലെ തന്നെ അനുഭവങ്ങൾ പലതുണ്ട്. ഒരു ഹെബ്രായ ഭാഷ, ബിബ്ലിക്കൽ ഹീബ്രു പഠിക്കാനായിട്ട് ഒരു ക്ലാസ് തുടങ്ങി സമയത്ത് സ്റ്റുഡന്റായിട്ട് അവിടെ വന്ന് ശാന്തമായിട്ടിരുന്നു. ബുക്കും പേനയും ഒക്കെ ആയിട്ടുണ്ട്. ഹീബ്രു ലാംഗ്വേജിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുവാൻ വളരെ താല്പര്യത്തോടെ വന്നൊരു മനുഷ്യനാണ്.
പ്രിയപ്പെട്ട ജോൺസാർ സാജൻപൂർ മുതൽ കൂടെ വന്ന് നോക്കുന്നതാണ്. വളരെ മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിച്ച് ഒത്തിരി പറയാനാണ്, വളരെ മണിക്കൂറുകൾ പറയാനാണ്. സമയകാലത്തോളം ഞാൻ നിർത്തുകയാണ്. ഈ സൗഹൃദത്തെ ഓർക്കുമ്പോൾ സന്തോഷമല്ലാതെ മറ്റൊന്നും പറയാൻ നമുക്ക് ദുഃഖമാണ്. ഇവിടെ നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലൊരു വ്യക്തി വേറൊരിടത്തില്ല, ഈ തിരുവല്ല പ്രദേശത്തെങ്ങുമില്ല, എന്റെ അറിവിലില്ല. അതുകൊണ്ട് ഈ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക്, ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കണ്ണുനീര് തുടച്ചു കളയാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വേർപാടിന്റെ വേദന കടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ട ജോൺ സാറിന്റെ ധന്യമായ ജീവിതത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ജോൺ സാറുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരു പ്രിയദാസനിൽ നിന്ന് ചില അനുഭവങ്ങൾ ഉൾപ്പെടുന്ന സന്ദേശം നാം കേട്ടു കഴിഞ്ഞു. സാമൂഹ്യപരമായും ആത്മീയപരമായും പിന്നെ ഇടവകയുടെ എല്ലാ തലങ്ങളിലും ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു പ്രിയദാസനായി കേട്ട് മനസ്സിലാക്കുന്നത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാറിനെ വന്നു കാണുവാനായിട്ട് സാധിച്ചത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ രണ്ടാച്ചന്മാരും ഓദറ എബനേസർ മാത്രമായിട്ട് അവരെ ശുശ്രൂഷിക്കുകയാണ്. ജോൺ സാറിന്റെ മകൾ കൊച്ചുമോൾ ഇടവകയുടെ അംഗമാണ്. ബിനു കൊച്ചുമോള് കുഞ്ഞുങ്ങൾ അവരുടെ ദുഃഖത്തിൽ ഇടവകയായി പങ്കുചേരുന്നു. ഇതൊരു സുദീർഘമായ പ്രസംഗത്തിന്റെ സന്ദർഭമല്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇതിനെ മുമ്പ് സംസാരിച്ച സാറ് സംസാരിച്ച് നിർത്തിയതുപോലെ ഇതൊരു സന്തോഷത്തിന്റെ അവസരം. ഈ കഷ്ടതയും ദുഷ്ടതയുമുള്ള ലോകത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ലോകപരമായി നിവർത്തിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ സന്നയിൽ കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട സാറിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പിന്നെ ലോകപ്രകാരം കുടുംബാംഗങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ദുഃഖമുണ്ട്. നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ സ്വർഗീയമായ ഭണ്ഡാരം തുറന്നു ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഓദർ എബനേസർ മാർത്തോമ ഇടവകയുടെ അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേംജി മാത്യച്ചൻ പ്രാർത്ഥിച്ചു. ജീവന്റെയും മരണത്തിന്റെയും സകലത്തിന്റെയും മുഖ്യസ്ഥാനം അടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ ദൈവവും കർത്താവും നീയായിരിക്കാൻ ദൈവമായ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ തന്നെ പുനരുദ്ധാരവും ജീവനമാകുന്നു. ദൈവപ്രകാരമായിരിക്കും മരിച്ചാലും എന്നെ ജീവിക്കുമെന്ന് അറിയിച്ചിടുവാൻ എന്റെ പിതാവിന്റെ വേർപാട് വളരെയേറെയും ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഇതിന്റെ പ്രിയമക്കൾക്കായി ഞങ്ങൾ മുറിയാശിക്കുന്നു. നമുക്ക് ആവശ്യമായ ആശ്വാസത്തെയും സമാധാനത്തെയും പകർന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ ധന്യമായ ആയുസിനായ ദൈവങ്ങൾക്ക് സ്തുതി. ഈ ഭൂമിയിൽ ജനിപ്പാൻ തക്കവണ്ണം പിതാവിന് ഒരവസരം നൽകി. ജനത്തികൾ വളർച്ചയുടെ ഓരോ ഘടകങ്ങളും കുടുംബജീവിതത്തിൽ, സഭ്യമായ ബന്ധത്തിൽ, ദൈവങ്ങളുടെ ബന്ധത്തിൽ, സാമൂഹ്യ തലങ്ങളിൽ ജീവിതത്തിലായിരുന്ന രംഗങ്ങളൊക്കെ എന്റെ ഏറ്റവും ഉത്തമ സാക്ഷിയായി, എനിക്ക് ഏറ്റവും അനുരൂപനായി, എനിക്ക് ഏറ്റവും എഴുതപ്പെട്ടവനായി എന്റെ മകൻ ജീവിക്കാൻ തക്കോണം എന്നിടയാക്കി. തലമുറകളെ കാണുവാൻ തക്കോണം എന്റെ മകനോടുള്ള ഭാഗ്യം നൽകി. ജീവിതത്തിന്റെ എല്ലാ വഴികളിലും, എല്ലാ കാഴ്ചോട്ടുള്ള എല്ലാ രംഗങ്ങളിലും എന്റെ നാമം മഹിക്കപ്പെടുവാൻ, എന്റെ നാമത്തെ സ്തുതിക്കാൻ തക്കോണം എന്റെ മകൻ അതിനായിട്ട് സ്തുതിക്കുന്നു. പ്രത്യേക ഒരിക്കലും കൂടെ ഇതിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അവിടെ സത്യമായ സമാധാനം നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയമെന്ന ഭാവി ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട ചെന്നിൽ ചേർക്കപ്പെട്ട നിമിഷം മുതൽ ദിവസങ്ങളൊക്കെയും എന്റെ മകളെ ആശ്വസിപ്പിക്കുകയും ഈ നമ്മളോടുകൂടിയിരുന്ന് വിലപിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും നിങ്ങളുടെ സ്തോത്രം. ഇന്നത്തെ നിമിഷങ്ങളോട് എന്റെ പ്രിയ മകനെ താഴെ ബഹുമാനത്തോടെ വളരെ അഭിമാനത്തോടെ ദൈവനാമത്തിലെ സ്തോത്രത്തോടെ യാത്ര ചെയ്യുമ്പോൾ
നമ്മുടെ ധന്യമായ ആയുസിന്റെ എല്ലാവിധ അർത്ഥത്തിനായി എല്ലാവിധ നിർവഹിക്കാനും ദൈവം സ്തുതി. നിങ്ങളുടെ പ്രകാര പ്രത്യാശയോടെ ഈ ജീവിതത്തിൽ ഒതുക്കപ്പെടുവാൻ ആ പ്രത്യാശയും അനുഭവങ്ങളും ജീവിതത്തെ കെട്ടിപ്പെടുവാൻ തുടങ്ങും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യത എല്ലായ്പ്പോഴും ഞങ്ങൾ തന്നോടില്ലാതെയോ നിത്യമായ ഭാഗ്യാവസ്ഥ നമുക്ക് നയിക്കുകയും എല്ലായ്പ്പോഴും നിർഭരമായി സ്നേഹമുള്ളവരായി എപ്പോഴും അതിനാളിക്കാൻ പറ്റും. ഈ ആയുസെല്ലാം നമ്മുടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസത്തിന്റെ കഥാവ് ബന്ധപ്പെട്ട എല്ലാ ഭവനങ്ങളിലായി കുടുംബക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ ഭൂമിയിൽ കഥാവെ നിന്റെ ദാസനെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം മൺമോഹനായ മാതാപിതാക്കൾക്ക് ഇടയാക്കിയതുപോലെ തലമുറകൾക്കും ഈ ദാസന്റെ കഥാവെ ചൈതന്യം, മാതൃക, പൈതൃക പിന്തുടരുവാൻ തക്കവണ്ണം സഹായിക്കണം പ്രാർത്ഥിക്കണം. കൃപകളോടുണ്ടായിരിക്കണം. സമാധാനത്താൽ ഞങ്ങൾ അവിടുന്ന് ശക്തിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഭവനഗാനങ്ങൾ 118 പാട്ട്. നീ ക്ഷീണിച്ചോ നീവാലോ വ്യാകുലപ്പെട്ടോ Love
107 പാട്ട്. കവനകാരന് 107. എന്റെ രക്ഷകമറക്കല്ലേ പാട്ട്. ലോകമാം ഗംഭീരവാരിണിയിൽ വിശ്വാസങ്ങളിൽ ഓടിയിട്ട് 104. ലോകമാം ഗംഭീരവാരിണിയിൽ വിശ്വാസ